വെൽക്കം ടു ലേൺ വിത്ത് ലോജിക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിനെ കുറിച്ചാണ്. എന്താണ് കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ് ആണ്. കമ്പ്യൂട്ടർ എന്നുള്ളത് ഒരു ഗ്രീക്ക് വേർഡാണ്. കമ്പ്യൂട്ടർ എന്നുള്ളതിൻ്റെ മീനിങ് കാൽക്കുലേഷൻ എന്നാണ്. കമ്പ്യൂട്ടറിൻ്റെ അകത്ത് സീറോസും വൺസും മാത്രമുള്ള മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജ് മാത്രമാണ് ഉണ്ടായിരിക്കുള്ളൂ. അതുമാത്രമാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. കമ്പ്യൂട്ടറിൽ ഇൻപുട്ട് യൂണിറ്റും ഔട്ട്പുട്ട് യൂണിറ്റും ഉണ്ടായിരിക്കും. ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഡാറ്റയെയാണ് ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുക. ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുന്ന റിസൾട്ട്, അതിനെയാണ് ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയാം. ദെൻ കമ്പ്യൂട്ടറിൽ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഉണ്ടായിരിക്കും. ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഫിസിക്കൽ കമ്പോണൻസിനെയാണ് ഹാർഡ്വെയർ എന്ന് പറയുക. നമുക്ക് തൊടാൻ പറ്റുന്ന പാർട്സിനെയാണ് ഹാർഡ്വെയർ എന്ന് പറയുക. മോണിറ്റർ, പ്രിൻ്റർ, കീബോർഡ്, മൗസ് എക്സെട്ര. ദെൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ അകത്താണ് ഉണ്ടാവുക. നമ്മൾ എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർസ് എന്ന് പറയാം. സോ സോഫ്റ്റ്വെയർസ് കമ്പ്യൂട്ടറിൻ്റെ അകത്തായിരിക്കും ഉണ്ടാവുക. ഇത്രയാണ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിൻ്റെ അകത്ത് പറയാനുള്ളത്.